നിങ്ങൾക്ക് അറിയും പോലെ ഇന്നത്തെ ഒരു വാർത്ത 24-ന്റെ ബിഗ് ഇലക്ഷൻ ബ്രേക്കിംഗ് ആയി മാറി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രി എന്ന നിലയിൽ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ കഴിയില്ലെന്നാണ് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ 24-നോട് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടിയായ ഗ്രൗണ്ട് സീറോയിലായിരുന്നു തിരുവനന്തപുരം കഴക്കൂട്ടത്തെ LDF സ്ഥാനാർത്ഥിയായ കടകംപള്ളി സുരേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി തനേഷ് തമ്പിയോട് ഇക്കാര്യം പറഞ്ഞത്. ശരിക്കും ഒരു തുറന്നു പറച്ചിലായിരുന്നു അത്. കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം പ്രതിപക്ഷവും BJPയും പിന്നീട് ഏറ്റുപിടിച്ചു. ദേവസ്വം മന്ത്രിക്ക് ഇനി ധാർമ്മികമായിട്ടൊരു ഉത്തരവാദിത്വമുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ഞാൻ പറയും. ഞാൻ ആ കാലത്ത് മന്ത്രിയായിരുന്നു. അതിനു മുമ്പുള്ള മന്ത്രിമാരുടെ കാലത്തും അത് നടന്നിട്ടുണ്ട്, അതിനുശേഷവും നടന്നിട്ടുണ്ട്. അപ്പോൾ ധാർമ്മികത എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മൾ ഉയർത്തുകയാണെങ്കിൽ ആ പ്രശ്നത്തിൽ ശരിയെന്ന് പറയും. അദ്ദേഹത്തിന്റെ ചുമതല ദേവസ്വം സംരക്ഷിക്കലായിരുന്നു. അത് മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നതിന് അദ്ദേഹം തന്നെ കൂട്ടുനിന്നു സമ്മതിച്ച സ്ഥിതിയിൽ പിന്നെ അങ്ങനെ ഒരാൾ ഈ പറഞ്ഞതിൽ എന്താ വാദം? ആ വാദത്തിന് എന്തർത്ഥമുണ്ട്? വകുപ്പ് ഭരിക്കാൻ പോലും അറിയില്ലാത്ത മന്ത്രിയാണ് അദ്ദേഹം എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുന്നു. അതൊന്നും ദേവസ്വം ബോർഡ് മന്ത്രി അറിഞ്ഞില്ല എന്ന് പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡ് ഒരു മന്ത്രി? എന്തിനാ ദേവസ്വം ബോർഡ് മാത്രം പോരെ? അപ്പോൾ മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇന്നെന്തായാലും നമ്മുടെ ഒരു വലിയ ഒരു ഇലക്ഷൻ ബ്രേക്കിംഗ് ആയിരുന്നു ദിലീപ്. അപ്പോൾ അതിലൊരു സാഹചര്യം എങ്ങനെയായിരുന്നു? SKN നേരത്തെ കടകംപള്ളി സുരേന്ദ്രൻ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നില്ല. അതൊക്കെ ദേവസ്വം ബോർഡാണ്, ദേവസ്വം ബോർഡിന്റെ പരിപാടികൾ. അതൊന്നും നോക്കേണ്ട കാര്യം മന്ത്രിക്കില്ല. ദേവസ്വം ബോർഡ് മന്ത്രി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാറില്ല. അതെ, അതിന്റെ അത്തരം കാര്യങ്ങളിലൊന്നും താൻ ഇടപെടാറില്ല, താൻ അത് നോക്കേണ്ടതില്ല എന്ന നിലപാടായിരുന്നു. പക്ഷേ പ്രതിപക്ഷം അന്ന് തന്നെ കടകംപള്ളി സുരേന്ദ്രന് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്, നിലവിലെ ദേവസ്വം മന്ത്രി VN വാസവന് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്, അതുകൊണ്ട് അവർക്കെതിരെ നടപടി വേണം എന്നൊക്കെയായിരുന്നു നേരത്തെ പ്രതിപക്ഷം രാജിയൊക്കെ ആവശ്യപ്പെടും. അതെ, പക്ഷെ അതിന് ആ കടകംപള്ളി സുരേന്ദ്രനും VN വാസവനും സർക്കാരും ഒന്നും CPM ഒന്നും ആ കാര്യത്തെ പിന്തുണച്ചതേയില്ല, ആ വാദത്തെ പിന്തുണച്ചില്ല. എന്നാൽ ഇപ്പോൾ ആദ്യമായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ അക്കാര്യത്തിൽ തനിക്ക് ധാർമ്മികമായി ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് പ്രതിപക്ഷത്തിനൊരായുധമാണ് എന്ന കാര്യത്തിലും സംശയമില്ല. അതാണ് പെട്ടെന്ന് തന്നെ ഈ കാര്യത്തിൽ K മുരളീധരൻ, അതോടൊപ്പം കഴക്കൂട്ടത്തെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള V മുരളീധരൻ എന്നിവരൊക്കെ ഈ വിഷയത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇനി CPIM കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. ഈ കടകംപള്ളിയുടെ തുറന്നു പറച്ചിലോടുകൂടി അദ്ദേഹം അതിൽ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ടെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.